ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം. കുപ്പായുടെ ഒരാൾ വന്നേക്കണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല്, നമ്മള് പുറത്തൊക്കെ പോകുമ്പോ കുട്ടികളെ കാര്യം മുട്ടായി ഉണ്ട്, അയച്ചുണ്ട് അല്ലേ, അല്ലേ പറയല്. അപ്പൊ ഇനി നമ്മള് അയച്ചു കൊണ്ടല്ലൊക്കെ നിർത്തി നമ്മള് വീട്ടിലുണ്ടാക്കാൻ പോവാ അല്ലേ, അയച്ചുണ്ടാക്കാൻ പോവാ. ചിപ്പപ്പ് ക്യാമറമാൻ ക്യാമറ നേരെ പിടിക്കൂ, ചെരിഞ്ഞു പിടിക്കരുത്. ആ സ്വീപ്പാക്കല്ലേ, നമ്മള് ക്യാമറ എടുക്കട്ടെ, സ്വീപ്പാക്കല്ലേ. അപ്പൊ നമ്മള് 2-3 ഐറ്റംസ് ഇങ്ങനൊക്കെ പിടിച്ചടാ, കാരണം ക്യാമറ എടുക്കുന്ന ആളങ്ങനെ ഒരാളവിടെ സ്വീപ്പാക്കുന്നുണ്ട് ക്യാമറ എടുക്കണേ. അപ്പൊ 2-3 ഐറ്റംസ് സിപ്പപ്പ് ഉണ്ടാക്കാൻ പോണം. സിപ്പപ്പ് ഉണ്ടാക്കി ഇവിടെ വെക്കാം, എന്നിട്ട് ഇവിടുന്ന് അങ്ങനെ തിന്നോട്ടെ. നമ്മളൊന്ന് പുറത്തിറങ്ങി പോയാ അല്ല പറഞ്ഞിട്ട് കാര്യം, ഭയങ്കര ചൂടല്ലേ. ഞാനിപ്പോ പുറത്തിറങ്ങി ക്ഷീണിച്ച് വന്നിരിക്കുക, അത് വേർത്ത്. ക്യാമറ എടുക്കണോന്ന് സ്വീപ്പാക്കല്ലേ പറഞ്ഞില്ലേ. ഞങ്ങൾ വീഡിയോ എടുക്കട്ടെ. എനിക്ക് അയച്ചു വേണോ, അയച്ചു വേണോ, എന്നാ അയച്ചു വേണോ, വേണോ, അയച്ചു വേണോ, എന്നാ ടാറ്റ കൊടുക്കുന്ന അയച്ചു തരും. ടാറ്റാ. അപ്പൊ നമ്മള് അയച്ചുണ്ടാക്കാൻ പോവാണ് 2-3 ഐറ്റംസ്. അപ്പൊ ഫസ്റ്റ് വീഡിയോ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കുമാടെ നിക്കോ, കുത്തി പൊട്ടിച്ച അല്ലേ, പറയ് കുത്തി പൊട്ടിച്ച പറയ്, എന്നിട്ട് നമ്മള് സപ്പോർട്ട് ചെയ്യാം അല്ലേ. നമ്മൾ ഐസ് ഉണ്ടാക്കാൻ പോവാ. ഹോ പറയ്. അങ്ങനെ നമ്മൾ ഐസ് ഉണ്ടാക്കുകയാണ് അല്ലേ. ഏതൊക്കെ ഐസ് വേണം എനിക്ക്? 2 വേണോ? ഏതൊക്കെ വേണം? എന്തൊരു ഐസാ വേണ്ടേ പറയ്. അപ്പൊ ഇതാണിപ്പോ നമുക്ക് ലാഭം. കുറച്ച് കൊടുത്താണ് ഉണ്ടാക്കുക. പിന്നെ അങ്ങനല്ല കേട്ടോ, നമ്മള് കവറ് കുറച്ച് മുന്നേ കൊടുന്ന് വെച്ച് ഐസ് ഉണ്ടാക്കണം കരുതിയാണ്ട്. പിന്നെ എന്താ വെച്ചാല് ഇങ്ങനെ പുറത്ത് പോകുമ്പോ ഇങ്ങനെ ഐസ് കൊണ്ടുവരും, അങ്ങനെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ കുറെ ഇത് ഉണ്ടാക്കണം കരുതി. അപ്പൊ എന്താണ് ഉണ്ടാക്കാറില്ല. അപ്പൊ ഒരു വ്ളോഗും പാടെ ആയിക്കോട്ടെ അല്ലേ. ബാങ്ക് കൊടുക്കണ്ടേ, ഏതായാലും ഐസ് ഉണ്ടാക്കിയിട്ട് വരാം. ഓക്കെ, ബാങ്ക് കൊടുക്കണ്ട്. അപ്പൊ ബാങ്ക് കൊടുത്തപ്പോഴേ നമ്മൾ ഓഫ് ആക്കിയാണേ. അപ്പൊ ഇങ്ങനെ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞു. അപ്പൊ നമ്മള് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ വാങ്ങിയിട്ട്, മുന്തിരി വാങ്ങിന്, പിന്നെ വത്തക്കുണ്ട്. 3 പാടെ അടിച്ചാല് എങ്ങനെ ഉണ്ടാകും? അത് 2 അടിച്ചാൽ മതിയോ? ഏതായാലും മാങ്ങ അടിച്ചു നോക്കട്ടെ, എന്നിട്ട് ഇതിനെന്താ ചിലപ്പോ മുന്തിരി അടിക്കാം. അപ്പൊ ഇനി വരുന്നാലൊന്നും ഇതിങ്ങനെ അവിടെ അയച്ചുണ്ടാക്കി വെച്ചാൽ ചോദിക്കാൻ നിൽക്കണ്ട അല്ലേ. അതൊക്കെ ഇപ്പൊ തീരും. ഇതൊക്കെ ഏതാ സാധനമോ, ഇതൊക്കെ ഉണ്ടാക്കുമ്പോ തന്നെ ഇനി ഐസാകാൻ നിൽക്കോ, ജ്യൂസ് ആകുമ്പോ തന്നെ കുടിച്ചു അറിയില്ല. ഐസാകാൻ നിൽക്കുവോ? ഇന്ന് അടിച്ചാല് ഇവിടോക്ക്, ഇന്ന് ഐസ് അടിച്ചാല് നാളെ തിന്നാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ പറ്റൂലേ? ഉറപ്പല്ലേ? എടുക്കാൻ പറ്റൂല കേട്ടോ ഇന്ന്. അതൊക്കെ പറയണ്ട്. അപ്പൊ ഏതായാലും ഐസായാലും ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഐസായില്ലെങ്കിൽ ജ്യൂസ് കുടിച്ചതും കാണിച്ചു തരാം, അത്രേ ഉള്ളൂ. വെറൈറ്റി ഒരു സിപ്പപ്പും പാടെ ഇതിൽ നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ ഏതായാലും ഐസ് അടിക്കാൻ പറ്റും. അപ്പൊ നമ്മള് മാങ്ങ ചെത്താൻ പോവുകയാണ്. ആദ്യം നമ്മൾ തൊലി ചെത്തണം. ഇതൊരു പുതിയ അറിവായിട്ട് എല്ലാവരും കണക്കാക്കുക അല്ലെ. ജ്യൂസ് അടിച്ചുമ്പോൾ, അതും പ്രത്യേകിച്ച് സിപ്പപ്പ് അടിക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ലല്ലോ, അരിച്ചാ പോരെ. പോയി ഇത് അങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് അടിച്ചാ പോരെ, അരിച്ചാ പോരെ. തൊലി എത്തണം. നമുക്ക് തൊലി എത്താം. അപ്പൊ അവിടുന്ന് കായം മാത്രം ചൊരണ്ടി എടുക്കാൻ വന്നു. അപ്പൊ അതിനാണ് നല്ല നമുക്ക് തൊലി എത്താം. അപ്പൊ നമ്മള് മാങ്ങ ഓരോന്നോരോന്നായിട്ട് നമ്മള് ചെത്തിയെടുക്കണം. നല്ല പഴുത്ത മാങ്ങ കേട്ടോ. മധുരമുണ്ട്. ആരാടാ അച്ഛണ്ടാക്കണേ? അപ്പൊ ഇങ്ങനത്തെ കാമ്പ് വരെ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല, അവരെ നമ്മൾ വടിച്ചെടുക്കണം. നാടൻ മാങ്ങ, ഇത് പീടികന്ന് വാങ്ങിയ മാങ്ങ കേട്ടോ, അല്ല നമ്മളെ നാടനല്ല. എനിക്കെന്താന്നോ, എനിക്ക് തൊലിമെന്ന് ഇങ്ങനെ അങ്ങനെ എടുക്കൂലേ, ഭയങ്കര ഇഷ്ടാ. ആർക്ക് അണ്ടി വേണ്ടി? അണ്ടി അങ്ങനെ തരൂല, ഇതിന് കൊറേ നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ചോറുന്നണം.
ഒക്കെ തിന്നണം, പെട്ടെന്ന് തിന്നണം. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ അണ്ടി കൊടുക്കോളും. ചോറുന്നാണ്ട് പ്ലേറ്റൊക്കെ അവിടെ കൊണ്ടുവച്ച് കൈയ്യാക്കി വരുന്ന ആൾക്കാർക്ക് അണ്ടി കൊടുക്കുന്നതാണ്. ഞാൻ അടുത്ത വാങ്ങാം. നെക്സ്റ്റ് ഇരിക്കാൻ പാടില്ലല്ലേ തൊലി. അത് എനിക്ക് തരണെങ്കില് അത് തെറ്റ്. ഇത് രണ്ടാമത്തെ മാങ്ങെടുത്തപ്പോ അതിന്റെ അണ്ടി നോക്ക്. ഇത് മറ്റേത് ഇവിടുന്ന് അണ്ടിക്ക് ഒരാൾ വന്നു ചോറിന്ന് കഴിഞ്ഞിട്ട്. മറ്റുള്ളവർ അത് ഇരിക്കുന്നത് അത് തരൂല. അത് തരണെങ്കി ചോറുന്നണം. ചോറ് നോക്കേ. ഞാൻ ഇപ്പൊ കാക്കാർക്ക് കാണിച്ചു കൊടുക്കട്ടെ. ചോറിനെ കാണിച്ചു കൊടുക്കണോ? നമ്മേ തിന്ന് ഇങ്ങനെ ആക്കാൻ തരും. അതിന്റെ അത് ഇങ്ങനെ തിന്നാ മതി. ആണ്ട ചോറ് മേ തിന്നോർക്ക് അങ്ങനെ കൊടുക്കും. മേ തിന്നോ. എന്താ നല്ല രസമുണ്ട്. അങ്ങനെ തിന്നാ ഓള് ചോറ് മേ തിന്നോ. ഇനി എന്റെ 2 ഉരുളിമ്പാടുള്ളൂ. ആ 2 ഉരുള തിന്നാലും എന്താ എനിക്ക് കിട്ടണേ? ഒരു മാങ്ങണ്ടി. ഒരു മാങ്ങണ്ടി തൊലി ഒക്കെയാണ് കിട്ടണേ. അയ്യ എന്താ രസം. പിന്നെ ഐസും നല്ല പഴുത്തിട്ടേ. അത് നല്ല മധുരണ്ട്. നല്ല രസമുള്ള മാങ്ങ. ഒച്ച ഉണ്ടാക്കണേ കുട്ടികൾ. ഒച്ച ഉണ്ടാക്കുന്നേ. അപ്പൊ എല്ലാവരും ഒന്നും പാടുണ്ട്. അമ്മ എടുത്താലോ. ആദ്യം നമ്മളെ ഈ മാങ്ങ കഴിക്കാൻ പോലെ അതടിക്കല്ലേ നമുക്ക് ആദ്യം. രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ജ്യൂസ് അടിക്കാൻ പോകണം. അതിന് നമ്മൾ അടിക്കാൻ പോകണം. അപ്പൊ ഫസ്റ്റ് നമ്മള് കുറച്ച് പഞ്ചസാര ഇടാം. മധുരം വേണല്ലോ. മധുരം നിർബന്ധല്ലേ. അപ്പൊ കടക്കട്ടെ. നമ്മള് മാങ്ങ കഴിക്കാനിട്ട് നമ്മള് വെള്ളം അങ്ങോട്ട് ഒഴിക്കുക. അയ്യോ മാങ്ങ വെച്ചപ്പോ തന്നെ ഒരു എറുമ്പെന്നു. കുറച്ച് വെള്ളം ഇങ്ങോട്ട് പാർന്നിട്ട് അങ്ങനെ അടിക്കുക. അടിയാ റെഡി 1 2 3 മതി. മധുരം നമ്മള് കുറച്ച് മാട്ട് കൊടുക്കുക. നല്ല മധുരം ഇടാനും പറ്റില്ല. മധുരം കമ്മിയാ നല്ലേ. അത് നമ്മള് കുറച്ച് മധുരം നമ്മള് ഇതിനെടുത്തിട്ട് ഒന്ന് അരിച്ചാനൊന്നും ഉണ്ടാവില്ല. എന്നാലൊന്ന് അരിച്ചു വെക്കാം. അരിച്ചാനൊന്നുമില്ല. നമ്മള് തൊലി കഴിഞ്ഞോണ്ട് മാങ്ങാ ജ്യൂസ് അങ്ങനെ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കവറാക്കണം. കവറൊക്കെ എടുക്കട്ടെ. തിരിച്ചില്ല. മൂടണം. എന്നാടെ നല്ലത് തെറിച്ചു കേട്ടോ. അങ്ങനെ അടുത്തത് മുന്തിരി ജ്യൂസ്. നമ്മള് പഞ്ചസാര ഇട്ടു. മുന്തിരി എടുത്തു. നമ്മള് മുന്തിരി ജ്യൂസ് അടിച്ച് ഇനി ഇത് നമ്മളൊരു പാത്രത്തേക്ക് പാർന്നേക്കാം. ഇത് നമ്മൾ അരിക്കൽ നിർബന്ധം കേട്ടോ. തൊലി പീങ്ങാതെ അടിച്ചേക്കാണ്. നല്ല മധുരം ഇട്ടണ. അല്ല ഗായ്സ്, അപ്പൊ നിങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ജ്യൂസൊക്കെ അടിച്ചവിടെ വെച്ചിന്. അപ്പൊ കുട്ടികളൊക്കെ ഉറങ്ങാൻ വേണ്ടി നിന്നു. അപ്പോൾ ഭയങ്കര ചൂടും. ഇനിയിപ്പോൾ ഇത് കവറാക്കും വേണ്ടേ.
അപ്പോൾ ഏതായാലും കവറാക്കാം. അപ്പോൾ കവറാക്കുക ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ കവറാക്കാമെന്നുള്ളതാണ് ഞങ്ങൾ കാണിച്ചു തരുന്നത്. കവറാക്കിയല്ലോ വേണ്ടിയത് ഒരു കുപ്പി. ആ കുപ്പി എടുത്തിട്ട് നമ്മൾ ഇതിന് ഓട്ടത്താം. നല്ലൊരു വലിയ ഓട്ടനെ കുത്തണം നമുക്ക്. നമുക്ക് വേണ്ടത് ബളക്കാൻ. നമ്മൾ പഴയ നാടൻ ശൈലി കവർ ഇതൊക്കെ സെറ്റായിട്ടോടെ ആദ്യം മാങ്ങ ജ്യൂസാക്കാം. ഇതിക്കണം പോരാ ടൈറ്റാണ്. നമ്മൾ ഇതിക്കണം പാർന്നേ മൂടിയിട്ടേ കവർ എടുക്കുക. നമ്മൾ ഊരി കൊടുക്കുക. കവർ എടുത്തിട്ട് എന്നിട്ട് അതുകൊണ്ട് പാർന്ന് നമുക്കൊന്നായിട്ട് ആവും. നമുക്ക് സിമ്പിളല്ലേ? അതാ നമ്മൾ വല്ലേ വെള്ളത്തിന് തോത്തിട്ട് ഈ സാധനം വെച്ചിട്ട് പാടാത്ത വീണയും ജസ്റ്റ് ഒന്ന് ഒരുക്കി കൊടുക്കുക. അതിൻ്റെ നമുക്ക് മെഷീനൊന്നും വാങ്ങിയാൽ മുതലാവില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരുക്കി കൊടുക്കുക. സെറ്റ്. ഇനി നമ്മൾ അടുത്തെടുക്കുക. ഇനി നമുക്ക് ഇങ്ങനെയും പറയട്ടോ, ചെറിയൊരു പാത്രം ഉണ്ടായാലും മതി കേട്ടോ. ഇങ്ങനെ ഒരുക്കുക. സെറ്റ്. അങ്ങനത്തെ മെഷീൻ വേറെ ഇവിടുന്ന് കിട്ടാം. അതിന് നെക്സ്റ്റ് അപ്പം ഞങ്ങളൊക്കെ ഇതേപോലെ സെറ്റാക്കിയിട്ട് വരാം ഗൈസ്. അപ്പം നമ്മളെ ഐസൊക്കെ നമ്മൾ റെഡി ആക്കി. അപ്പോൾ ഇതാ ഒരു വെറൈറ്റി ഐസ്, ഒരു പാക്കിൽ 2 ഐസ്. എങ്ങനെ ഉണ്ടാക്കി ഞങ്ങൾക്ക് അറിയില്ലല്ലോ. വീഡിയോ ഉണ്ടാക്കി, വീഡിയോയിലും കാണില്ല, അത് ഞാൻ കാണിച്ചില്ല. അപ്പോൾ ഇതാ ഇത് കാണിച്ചു കൊടുത്താ 2 ഐസ്, 2 തരം ഐസ്, 2 തരം ഐസ് നമ്മൾ ഉണ്ടാക്കണം. മുന്തിരിയും മാങ്ങയും. അപ്പം നമ്മളിത് ഐസാക്കാം, ഫ്രീസറിൽ വെക്കാം. ഓക്കെ, ഐസ് ഫ്രീസറിലോട്ട് വെക്കാം. മഞ്ഞമലയ്ക്കും ഫ്രീസർ ഓഫാക്കാനായിക്കണം അല്ലേ? ഒന്ന് ഓഫാക്കിടേ. മഞ്ഞിങ്ങോട്ടേക്കും ഇതെല്ലാം ഐസൊക്കെ വെക്കാം. കൊണ്ട കൊണ്ട അപ്പൊ എന്തായാലും നമ്മൾ വെച്ച ഐസ് ഇന്നലെ ഈ നേരത്താണ് വെച്ചത്. അപ്പൊ തുറന്നു നോക്കാം, ഉണ്ടാവില്ല ചിലപ്പോ. ഒറ്റന്ന് കഴിഞ്ഞുണ്ടോ? ആകെ എണ്ണം കുറഞ്ഞിട്ട് പൈസ ഒക്കെ സെറ്റ് ആയിക്കണം കേട്ടോ. അടിപൊളിയായിക്കണം. ഞാൻ 4-5 ഉണ്ട്. എത്ര തന്നെ ഐസ് ഉണ്ടായി. അപ്പൊ ഐസൊക്കെ കഴിഞ്ഞ. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.